അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിനു മേൽ കരിനിഴൽ വീഴുന്നു. ഇറാന്റെ തീരങ്ങളിൽ യുദ്ധകാഹളം മുഴക്കാനെത്തിയ അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് പുകഞ്ഞത് 30 മണിക്കൂറിലേറെയാണ്. പടക്കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും ഈ വഴി കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് തകർക്കുന്നത് വാഷിംഗ്ടണിന്റെ സാമ്പത്തിക സ്വപ്നങ്ങളെയാണ്. നമസ്കാരം. 30 മണിക്കൂറിലധികം നീണ്ടുനിന്ന കനത്ത തീപിടുത്തം വെറുമൊരു അപകടമല്ല, മറിച്ച് ദീർഘകാലമായി വിശ്രമമില്ലാതെ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നാവികസേനയുടെ തളർച്ചയുടെ അടയാളമാണ്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. കോട്ടകൾക്ക് മുന്നിൽ വിറച്ചു നിൽക്കുന്ന അമേരിക്കൻ നാവികസേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. കപ്പലിലെ ലോണ്ടറി വിഭാഗത്തിൽ തുടങ്ങിയ തീ അണയ്ക്കാൻ അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി വന്നത് 30 മണിക്കൂറിലധികം സമയമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായെന്ന് അവകാശപ്പെടുന്ന കപ്പലിൽ ഇത്രയും സമയം തീ നീണ്ടുനിന്നത് അമേരിക്കയുടെ സാങ്കേതിക മേന്മയെ തന്നെ ചോദ്യം ചെയ്യുന്നു. വെന്റിലേഷൻ ഡക്റ്റുകൾ വഴി കപ്പലിന്റെ പകുതിയോളം ഭാഗം കനത്ത പുകയിൽ അമർന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തീപിടുത്തത്തെ തുടർന്ന് കപ്പലിലെ 600ഓളം സൈനികർക്ക് തങ്ങളുടെ ഉറക്കമുറികൾ നഷ്ടമായിട്ടുണ്ട്. നിലവിൽ കപ്പലിന്റെ ഇടനാഴികളിലും ഭക്ഷണമേശകളിലും തറയിലുമാണ് ഈ സൈനികർ ഉറങ്ങുന്നത്. കനത്ത പുക ശ്വസിച്ച ഡസൻ കണക്കിന് സൈനികർ ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു. മാസങ്ങളോളം കടലിൽ തുടരുന്നതിലൂടെ ഉണ്ടായ മാനസിക സമ്മർദ്ദത്തിനു പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ സൈനികർ കപ്പലിൽ നരകിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ കർശനമായ നിയന്ത്രണങ്ങൾ മൂലം അമേരിക്കൻ എണ്ണക്കപ്പലുകൾക്കും പടക്കപ്പലുകൾക്കും വഴിയടഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ സംഭവിച്ച ഈ തീപിടുത്തം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിശ്ചലമായിരിക്കുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ജർമ്മനിയുടെ പോലും സൈനിക പിന്തുണ പിൻവലിക്കുമ്പോൾ സ്വന്തം കപ്പലിലെ തീ അണയ്ക്കാൻ പോലും ആകാതെ അമേരിക്ക നാണം കെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ആഗോള വിപണിയിൽ ഇറാന്റെ എണ്ണ തടയാൻ നോക്കിയ അമേരിക്കയുടെ കപ്പലിൽ ഇപ്പോൾ തുണി കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പരിഹസിക്കുന്നുമുണ്ട്. ലോക വ്യാപാരത്തിന്റെ ഞരമ്പ എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് കലുഷിതമാകുന്നു. വെറുമൊരു സൈനിക നീക്കത്തിനുമപ്പുറം അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന വലിയ പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത്. പടക്കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും ഈ വഴി കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ അത് തകർക്കുന്നത് വാഷിംഗ്ടണിന്റെ സാമ്പത്തിക സ്വപ്നങ്ങളെയാണ്. എന്തുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിനെ ഇത്ര ഫോക്കസ് ചെയ്യുന്നു? ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 1/3 ഭാഗവും കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ഇതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നാൽ ആഗോള വിപണിയിലെ ഊർജ വിലയുടെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. നിലവിൽ ഈ മേഖലയിൽ അമേരിക്കൻ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അപ്രഖ്യാപിത വിലക്ക് അമേരിക്കൻ വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിരിക്കുന്നു. ഇത് വെറുമൊരു വിലക്കയറ്റമല്ല, മറിച്ച് അമേരിക്കയുടെ പെട്രോ ഡോളർ ആധിപത്യത്തിന് മേലുള്ള കനത്ത പ്രഹരമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ സഖ്യകക്ഷികളുടെ പിന്തുണ തേടിയ അമേരിക്കയ്ക്ക് നിരാശയായിരുന്നു ഫലം. സൈനികമായ ഒരു നീക്കത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ ശക്തികൾ നിലപാടെടുത്തു കഴിഞ്ഞു. ഇസ്രായേൽ നയം ഈ മേഖലയിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുമ്പോൾ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നത് വൈറ്റ് ഹൗസിനെ ആശങ്കയിലാഴ്ത്തുന്നു. ഒപ്പം ട്രംപിനെ കുപിതനുമാക്കുന്നുണ്ട്. സഖ്യകക്ഷികൾ പോലും തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി അമേരിക്കയിൽ നിന്നും അകലം പാലിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. അത് ചൈനയാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് വിലക്കുള്ള പാതയിലൂടെ ചൈനീസ് കപ്പലുകൾ തടസ്സമില്ലാതെ കടന്നു പോകുന്നുണ്ട് എന്നത് ആഗോള വ്യാപാരത്തിൽ ചൈനയുടെ കരുത്താണ് വർദ്ധിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ വഴി ആഗോള വ്യാപാരം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് ചൈന പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പടക്കപ്പലുകളെ പോലും അടുപ്പിക്കാതെ കടലിടുക്കിൽ ചൈനീസ് സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഭാവിയിൽ എണ്ണ വിപണിയുടെ താക്കോൽ ബീജിംഗിന്റെ കൈകളിലെത്തുന്നതിന് കാരണമായേക്കാം. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു നീക്കമാണ് എന്നതിൽ സംശയമില്ല. ഹോർമൂസ് പ്രതിസന്ധി അമേരിക്കയിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഗ്യാലന് റെക്കോർഡ് വിലയിലേക്ക് പെട്രോൾ വില കുതിച്ചുയരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറയുന്നതോടെ അമേരിക്കൻ വ്യവസായശാലകൾ ഉൽപാദനം കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നു. ലോകരാജ്യങ്ങൾ ഡോളറിനെ കൈവിട്ട മറ്റു കറൻസികളിലേക്ക് നീങ്ങുന്നത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കും. വ്യവസായ മേഖലയിലെ മാന്ദ്യമാണ് മറ്റൊരു കാരണം. ഇന്ധനക്ഷാമം അമേരിക്കയിലെ വൻകിട ഫാക്ടറികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗതാഗത ചിലവ് വർദ്ധിക്കുന്നത് ചരക്ക് നീക്കത്തെ ബാധിക്കുകയും സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാവുകയും ചെയ്യുന്നു.
എണ്ണവില വർദ്ധിക്കുന്നത് ഗതാഗത ചിലവ് കൂട്ടുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ പണം അടിച്ചിറക്കുന്നത് അമേരിക്ക കടബാധ്യത റെക്കോർഡ് ഉയരത്തിലെത്തിച്ചിരിക്കുകയാണ്. നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഉള്ളത്. സൈനികമായി ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു ചെറിയ കടലിടുക്കിലെ പ്രതിസന്ധിക്ക് മുന്നിൽ അമേരിക്ക അടിപതറുകയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് വഴി അറബ് ലോകത്തിന്റെ വെറുപ്പ് സമ്പാദിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ ജർമ്മനി പോലുള്ള സുഹൃത്തുക്കൾ പോലും കൈമലർത്തുന്ന അവസ്ഥകളും ഉണ്ടാകുമ്പോൾ മറ്റു വഴികളില്ലാതാകുന്നു. ഇസ്രായേൽ നയവും അമേരിക്കൻ പ്രതിസന്ധിയുമാണ് മറ്റൊരു വിഷയം. മധ്യേഷ്യയിലെ ഇസ്രായേൽ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. സൈനികമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും അതുവഴി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം വഷളാകുന്നത് അമേരിക്കയ്ക്ക് താങ്ങാനാവുന്നില്ല. എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണികൾ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും അതുവഴി വ്യാപാര ലാഭം കുറയ്ക്കാനും കാരണമാകുന്നു. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക പോലീസ് എന്ന പദവിക്കേറ്റ വലിയ തിരിച്ചടിയാണ്. ചൈനയുടെ ഇടപെടലുകളും സഖ്യകക്ഷികളുടെ പിന്മാറ്റവും അമേരിക്കയെ ലോകവേദിയിൽ ഒറ്റപ്പെടുത്തുകയാണ്. വെടിയുണ്ടയേക്കാൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ഓഹരി വിപണിയും ഡോളറിന്റെ വിലയിടിവുമാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഹോർമൂസ് കടലിടുക്കിലെ ഈ തർക്കം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല. ഇത് പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണ്. അമേരിക്കൻ ഡോളറിനും സൈനിക മേധാവിത്വത്തിനും അന്ത്യം കുറിക്കുന്ന സാമ്പത്തിക ശക്തി കേന്ദ്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വാഷിംഗ്ടണിന്റെ സാമ്പത്തിക അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ് എത്രത്തോളം സാധ്യമാണ് എന്നത് കാത്തിരുന്നു തന്നെ കാണാം.